പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന റെമിറ്റൻസിന്റെ 20% കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത് കേരളത്തിൽ ജന്മമെടുത്ത ഈ ഒരു ബാങ്കാണ്. കേരളത്തിലെ ആലുവയിൽ ഹെഡ്ക്വാർട്ടേഴ്സുള്ള ഫെഡറൽ ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അവർ ഇന്ത്യയിലെ ബാങ്കിംഗ് രംഗത്ത് വളരെ വലിയ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1945 മൂക്കന്നൂരിലെ ഒരു ലോയർ ആയിരുന്ന KP ഹോർമിസ് ആണ് ഒരു ചെറിയ ബാങ്ക് ഏറ്റെടുക്കുകയും അതിനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായി വളർത്തുകയും ചെയ്തത്. 1931 ട്രാവൻകൂർ ഫെഡറൽ ബാങ്ക് എന്ന പേരിൽ ഈ ബാങ്ക് സ്ഥാപിക്കപ്പെട്ടത്. പിന്നീട് 1949 ഫെഡറൽ ബാങ്കായിട്ട് നാമകരണം ചെയ്യപ്പെട്ടത്. ഹോർമിസിന്റെ അണ്ടറിൽ ഫെഡറൽ ബാങ്ക് 34 വർഷത്തിനുള്ളിൽ ഒരൊറ്റ ബ്രാഞ്ചിൽ നിന്ന് 285 ബ്രാൻഡുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. ഇന്ന് ഈ ഒരു ബാങ്കിന് 1589 ബ്രാഞ്ചുകളും 2079 ATMകളും ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട്. ട്രഡീഷണൽ ബാങ്കിങ് മാത്രമല്ല, ടെക്നിക്കൽ ഫ്രണ്ടിലും ഈ ഒരു ബാങ്ക് വളരെയധികം മുന്നേറ്റം നേടിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്നോവേഷനിലും ബാങ്കിങ് എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുന്നതിന്റെ ഭാഗമായി പല ഫിൻടെക്കുകളുമായും അവർ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇൻവെസ്റ്റേഴ്സിന് അത്യാവശ്യം നല്ല റിട്ടേൺസ് കൊടുത്ത ഒരു കമ്പനി കൂടിയാണ്. പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന്റെ വലിയൊരു ഷെയറും മാനേജ് ചെയ്യുന്നത് ഇവരാണ്. അതുകൂടാതെ റീറ്റെയിൽ ബാങ്കിങ്ങിലും കോർപ്പറേറ്റ് ബാങ്കിങ്ങിലും അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ തന്നെയാണ് ഫെഡറൽ ബാങ്ക് എന്ന്. മറ്റു വലിയ ബാങ്കുകൾക്കിടയിൽ ഇവർക്ക് ഇന്നും അവരുടേതായ സ്ഥാനം നിലനിർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ബിസിനസ് മാത്രമല്ല, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിലും അവർ അവരുടേതായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഫിൻടെക് പാർട്ട്ണർഷിപ്പുകളിലൂടെ ഡയറി ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിലായാലും അതുകൂടാതെ സഞ്ജീവനി പോലുള്ള ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സ് വഴിയും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് അവർ അവരുടേതായ രീതിയിൽ ഇടപെടുന്നുണ്ട്. MDയും CEOയുമായ KVS മണിയന്റെ അണ്ടറിൽ ഫെഡറൽ ബാങ്ക് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 5 പ്രൈവറ്റ് ലെൻഡേഴ്സിൽ ഒന്നാവാനുള്ള തയ്യാറെടുപ്പിലാണ്. സസ്റ്റൈനബിലിറ്റിക്കും ഇവർ പ്രാധാന്യം നൽകുന്നുണ്ട്. അവരുടെ ഗോ ഗ്രീൻ പ്ലസ് എന്നുള്ള ഇനിഷ്യേറ്റീവ് കാർബൺ എമിഷൻസ് കുറക്കാനും ഗ്രീനർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിനുള്ള അവരുടെ കമ്മിറ്റ്മെന്റ് തെളിയിക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ താഴെ ചെറിയ പോയിന്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്.